അമ്മാളുവിന്റെ കാര്യത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് വിശ്വനാഥൻ. അനുപമ ഒളിച്ചോടുന്നതോടെ ശബരിയുടെ വിവാഹം മുടങ്ങുന്നു. അർച്ചനയുടെ ശാപം ശബരിയെ വിടാതെ പിന്തുടരുമെന്ന് വിശ്വസിക്കുന്ന ഗീത. അർച്ചനയെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിക്കുന്ന രേവതിയോട് അർച്ചനയെ തനിക്കറിയില്ലെന്ന് കള്ളം പറയുന്ന ചന്ദ്രിക. താനൊരു പെണ്ണിനെ ചതിച്ചുവെന്ന് ശ്രുതിയോട് പറയുന്ന ശബരി. ചെവള രാഘവൻ ചന്ദ്രികയുടെ വീട്ടിൽ താമസത്തിനെത്തുന്നു. ചന്ദ്രികയുടെ ബന്ധുവെന്ന പേരിൽ നാട്ടുകാരോട് സൗഹൃദം സ്ഥാപിക്കുന്ന ചെവള ചന്ദ്രികയ്ക്കും അർച്ചനയ്ക്കും ശല്യമായി മാറുന്നു. ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പം ജീവിക്കാൻ തയ്യാറായ അനുപമ അർച്ചനയെപ്പോലെയല്ല എന്ന് ശ്രുതി. കുഞ്ഞിനെ മുന്നിൽ നിർത്തി വിശ്വനാഥനോട് വിലപേശാൻ കൂടെ നിൽക്കാമെന്ന് ചെവള കാർത്തിയായനിയോട് പറയുന്നു. അർച്ചനയ്ക്ക് വേണ്ടി കാർത്തിയായനിയെ പിന്തുടരുമെന്ന് രാജപ്പൻ. ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും ചെവളയെ പുറത്താക്കണമെന്ന് ആംബ്രോസ്. ആശുപത്രി കിടക്കയിൽ നിന്നും വീഴുന്നതോടെ അമ്മാളുവിന്റെ കുഞ്ഞ് മരിക്കുന്നു. അമ്മാളുവിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. കുഞ്ഞിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരഞ്ജനയ്ക്ക് കുഞ്ഞിന്റെ മരണം ആഘാതമാകുന്നു. ഇത് തന്നെയായിരുന്നു എല്ലാവരും മനസ്സിൽ കണ്ടത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് വിശ്വസിക്കുന്ന നിരഞ്ജന. രാത്രിമഴ തുടരുന്നു. വിട്ടുകൊടുക്കില്ല ഫൈസി ഞാനിത്. അമ്മാളുവിന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവരെയും അതിന് കൂട്ടുനിന്നവരെയും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും ഞാൻ. ഇനി നിരഞ്ജന ജീവിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ്. വാസുദി, നമുക്ക് പോവാം. സുധി, നിങ്ങൾ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? എന്താ സുധി? എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അല്ലേ? ഞാനെങ്ങനെ അറിയാനാ? കൊന്നു. ആ കുഞ്ഞിനെ ലേബർ റൂമിൽ വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. ഇവിടെയും പെരുമ്പടപ്പ് വിശ്വനാഥൻ ജയിച്ചു. ഇനി തല ഉയർത്തി തന്നെ നിൽക്കാം. ആ കുഞ്ഞു മരിച്ചോ? മരിച്ചതല്ല, കൊന്നതാ. അതിന് നീ നിന്റെ അച്ഛനെ പഴിക്കുന്ന എന്തിനാ? അമ്മയുടെയും കുഞ്ഞിന്റെ കാര്യത്തിൽ സംശയം പറഞ്ഞതല്ലേ? അമ്മാളുവിന്റെ കാര്യത്തിൽ മാത്രമേ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിന് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. അതിനെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തു. ഒരിക്കൽ കൂടി ആ മനുഷ്യൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. വിശ്വട്ട് എന്ത് ചെയ്യുന്ന നീ പറയുന്നേ? അമ്മാളുവിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോ മനംമാറ്റം വന്നതായി അഭിനയിച്ചു. ഞങ്ങളത് വിശ്വസിച്ചിട്ടുമില്ല. പക്ഷെ മനസ്സിൽ പ്ലാൻ ചെയ്തത് ഇതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഹോസ്പിറ്റലിൽ വിശ്വേട്ടന് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വേട്ടൻ പറഞ്ഞ സിസേറിയൻ ചെയ്യുന്ന ഡോക്ടർ അതിന് വഴങ്ങോ? തന്റെ മകൻ സ്വീകരിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ വിശ്വേട്ടൻ എങ്ങനെ ആവശ്യപ്പെടും? സുധി, കുഞ്ഞു മരിച്ചതിന്റെ പഴി വിശ്വേട്ടന്റെ മേലിൽ ചാരി വിരോധം തീർക്കരുത്. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിനും അച്ഛനെ ന്യായീകരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഭർത്താവിനെ സംരക്ഷിക്കേണ്ട കടമ ഭാര്യയ്ക്കുണ്ട്. അത് വേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലുപരി ഒരു അമ്മയാണെന്നുള്ള കാര്യം മറന്നു പോരുത്. ജീവിക്കാൻ അവകാശമുള്ളൊരു കുഞ്ഞിനെയാ കൊന്നുകളഞ്ഞത്. ക്ഷമിക്കാൻ കഴിയൂ അമ്മയ്ക്ക്? ഇക്കാര്യത്തിലുള്ള അച്ഛന്റെ പങ്കല്ലേ അമ്മയ്ക്ക് അറിയേണ്ടത്. മകന്റെ കുഞ്ഞ് വേലക്കാരിയുടെ വയറ്റിൽ വളരുന്നു എന്ന വിവരം അറിഞ്ഞതായി അച്ഛന്റെ ഒരു കോള് ചെന്നാ മതി വർമ്മയെ കൊണ്ടത് ചെയ്യിക്കാൻ. അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ അച്ഛൻ പറഞ്ഞാൽ അയാൾ ചെയ്യില്ലേ? അമ്മ പറ, അയാൾ അതിനെ ജീവിക്കാൻ അനുവദിക്കോ? ആ ഹോസ്പിറ്റൽ ആരുടേതാണെന്ന് അറിയാലോ? വർമ്മയുടെ കസിന്റേതാ. ഇതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കണോ? നിരഞ്ജനയുടെ ഗർഭത്തിന് ഇനി എന്ത് പരിഹാരം ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു.
ഇനി ഞാൻ എന്ത് ചെയ്യണം? സുധി എനിക്കൊന്ന് പറഞ്ഞതാ. ഞാൻ കെട്ടിയ ഈ വേഷം ഞാൻ എങ്ങനെ അഴിച്ചു വെക്കണം? സുധിയാ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. എല്ലാവരുടെയും മുന്നിൽ നിരഞ്ജന പ്രഗ്നന്റ് ആണെന്ന് സുധി പ്രഖ്യാപിച്ചു. അതിലൂടെ സുധി വീട്ടുകാരോട് പക തീർക്കുകയായിരുന്നു. അതോടൊപ്പം എനിക്ക് ആ കുഞ്ഞിനെ തരാനും സുധി ബാധ്യസ്ഥനായിരുന്നു. സുധിക്ക് അതിന് കഴിയില്ലെങ്കിൽ എന്തിനെന്നെ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് വലിച്ചഴിച്ചു? നിങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ എന്തിനെന്നെ ബലിയാടാക്കി? എല്ലാം അവസാനിപ്പിച്ചു പോവാൻ തയ്യാറായവളല്ലേ ഞാൻ. ഞാൻ തുറന്ന് സമ്മതിക്കുന്നു, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. ഒരേറ്റി പറച്ചിലുകൊണ്ട് സുധിക്കെല്ലാം കഴിഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോ സുധിക്ക് സ്ഥലം വിടാം. പക്ഷെ എന്റെ കാര്യം എങ്ങനെയാ? ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിവില്ലാത്ത എനിക്ക് 6 മാസം ഗർഭം. അന്വേഷിക്കുന്നവരോട് ഞാൻ എന്ത് മറുപടി പറയും? അച്ഛനെ സുധിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് വരെയും ആ അച്ഛന്റെ മുന്നിൽ സുധിക്ക് തോൽവി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെയും സുധി തോറ്റു. അതിനിടെ പെട്ടുപോയത് ഞാനും. സുധിയെ ഞാൻ തെറ്റു പറയുന്നില്ല. തെറ്റുപറ്റിയത് എനിക്കാ. എന്തിന് സുധി എന്നെ സ്വീകരിച്ചു എന്നറിഞ്ഞ നിമിഷം തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിരുന്നു. സുധിക്ക് പക വീട്ടാൻ ഒരു ഉപകരണമായി ഞാൻ ഇവിടെ തന്നെ നിന്നു. ഫൈസി ഇങ്ങനൊരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മൾ പിരിയേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടുമായിരുന്നു. അതിന്റെ ജീവൻ എടുക്കാരും വരില്ലായിരുന്നു. ഇതെന്റെ വിധിയാ. ആശിക്കാനും സ്വപ്നം കാണാനും പാടില്ലെന്നറിഞ്ഞിട്ടും ഒരുപാട് മോഹിച്ചുപോയി. நாங்க இல்லைங்கிறதுனாலே அந்த முனுசாமி வாலாடுற. இனி அவன் போலீஸை கூப்பிட்டு வந்தாலும் யாரை கூப்பிட்டு வந்தாலும் அவனை விடாதே, அவன் காலை வெட்டணும். அதுக்கப்புறம் வரக்கூடிய எந்த பிரச்சனை வந்தாலும் நான் பார்த்துக்கிறேன். புரிஞ்சுதா? நீ ஃபோனை வச்சுக்கோ. சரி. എന്താടാ നിനക്ക് ഗ്യാസ് കയറിയോ? ശ്വാസം വിടറാ. ചേച്ചി ചേച്ചി ഇയാളുടെ ബാഗ് എടുത്തേ. ഓ, എന്തിനടാ? നീ എൻ്റെ ബാഗ് നോക്കാൻ വന്നാണോ? നിങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഓ, എന്നെ ഇറക്കിവിടാ. നീ ആരടാ? ആരടാ നീ? നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ കാർത്തു ചേച്ചിയുടെ വീട്ടിൽ പോയി താമസിക്കും. ഇവിടെ പറ്റത്തില്ല. ഇതെന്റെ ചേച്ചിയുടെ വീടാ. ഞാൻ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. തീരുമാനിച്ചോ? പക്ഷേ എന്റെ ചേച്ചിയുടെ വീട്ടിൽ പറ്റില്ല. എനിക്കിപ്പോ ഇവിടെ കിടക്കാനാ തോന്നുന്നത്. നടക്കത്തില്ല. തന്നെ ഇനി ഇവിടെ വെച്ച് ഞാൻ പൊറപ്പിച്ചിട്ട് വേണ്ടേ? എന്റെ പിള്ളേരുടെ കൈക്ക് പണി ഉണ്ടാക്കാതെ ഇറങ്ങി പോടാ. എന്നാ ഒന്ന് തീർത്തിട്ട് പോടാ. അയ്യോ വേണ്ട മോനെ, ഇറങ്ങിക്കോടെ ഇവിടുന്ന്. വേണ്ടടാ. അയ്യോ നീ കുത്തറ. അയ്യോ അയ്യോ അവനൊന്നും ചെയ്യില്ല ചേച്ചി. അയ്യോ ചെവള കത്തിയെടുത്താ ചോര പുറലാതെ താഴെ വെക്കില്ല. കേട്ടോ? അവനൊന്നും ചെയ്യില്ല. മാറിപ്പൊടി. അയ്യോ അയ്യോ മോനെ ചേച്ചി. കൊള്ളക്ക് കയറ്റി മേലോട്ടൊരു പിടി. അതാ ചെവളയുടെ രീതി. ഇവനെ കൊല്ലല്ലേ. മാറിക്കടി. ഇവനൊന്നും ചെയ്യില്ല. നിനക്കെന്നെ ഇറക്കി വിടണം അല്ലേ? എനിക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. വേണമെന്ന് തോന്നിയാ പോകുമ്പോ നിന്റെ പെങ്ങളെയും കൂടി കൊണ്ടുപോകും. കേട്ടാ? നീ പോയി കൊണ്ടുപോടാ നിന്റെ ആളുകളെ. അവന്റെയൊക്കെ ശവത്തി ചവിട്ടി ചെവളെ അങ്ങ് പോവും. അയ്യോ മോനെ എനിക്ക്
1.5 ഇഞ്ച് നീളമുള്ള പേനാക്കത്തിയുമായി ചെവളെ ചിരയ്ക്കാൻ വന്നിരിക്കുന്നു. ഓടാ കരിമന്തി. പിന്നെ നിന്നെ തീർക്കാനേ എനിക്ക് ഈ ഒരു വിരല് മതി. ചാവണ്ടെങ്കി പോടാ, മോനെ നീ ഒന്ന് പോ. കേറി പോടാ. ഒന്ന് പോടാ, പോ. ആദ്യമായിട്ടാടി എന്റെ നേരെ കത്തിയുമായിട്ട് വന്നൊരുത്തൻ തിരിച്ചു പോകുന്നത്. അവനെ കൊല്ലാതെ വിട്ടതേ ദേ ഇവിടെ ഓർത്താ. നീ അവനെ വിളിച്ചു വരുത്തിയാന്നൊക്കെ എനിക്ക് മനസ്സിലായടി. ദേ അവനൊരു ഡൂക്കളി കത്തിയുമായിട്ട് വന്ന ഞാൻ പേടിച്ചോടി പോകുന്നു കരുതോ നീ? നിനക്ക് ഇപ്പോഴും അറിയില്ല ചെവള രാഘവൻ ആരാണെന്ന്. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിന്നെ ഞാൻ എങ്ങനെയാടി ശിക്ഷിച്ചത്? നിന്റെ മക്കളെ ഞാൻ എന്തെങ്കിലും ചെയ്തോ? നിന്നെ കയറി പിടിച്ചോ? ദേ നിന്റെ തന്തയില്ലാത്ത മക്കളെ കാര്യമായിട്ടല്ലേടി ഞാൻ നോക്കുന്നേ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ ഇത്രയും മാന്യനായത് ദേ ഇവള് മുന്നിൽ നിൽക്കുന്നോണ്ടാ. നീ എന്നെ പഴയ ആളാക്കരുത്. ഇനി ഇതുപോലുള്ള ഏർപ്പാടുകൾ വിളിച്ചു വരുത്തിയാ പിന്നെ ഞാനൊന്നും നോക്കില്ല. ഇവളെ കൊണ്ടുപോകുമ്പോ നീയും എൻ്റെ കൂടെ കാണും. പറയുന്നത് ചെയ്യുന്നവനാ ചെവള. നീ അടങ്ങി ഒതുങ്ങി കുറച്ച് ദിവസം കൂടി നിന്നാ നിന്റെ മക്കൾക്ക് കൊള്ളാം. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. പോകരുത്. എനിക്കും എന്റെ കുട്ടികൾക്കും ഇങ്ങനൊരു വിധി വരുത്തി വെച്ചത് നീയാ. ആരെയും ദ്രോഹിക്കാതെയാ ഞങ്ങൾ ഇവിടെ ജീവിച്ചത്. നീയായിട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കി തന്നത്. ഏത് നേരം ഇത് തന്നെയാണോ? അച്ഛൻ നാട്ടിലേക്ക് കാശ് അയക്കണ്ടെന്ന് കരുതി കാണും. എണ്ണ അടിക്കാൻ പോലും ഫ്രണ്ട്സിനോട് കടം പറയേണ്ടി വന്നു. കാശ് വരാത്തതിന്റെ വിഷമേ നിനക്കുള്ളൂ. ആ മനുഷ്യൻ എന്തു പറ്റിയെന്ന് നിനക്കറിയണ്ടല്ലോ. കരുനാഗപ്പള്ളിയിലെ കൂട്ടുകാരൻ വിളിച്ചു, അച്ഛൻ ഇവിടെ ജയിലിലാണെന്ന്. പുറത്തിറങ്ങണമെങ്കിൽ നല്ലൊരു തുക വേണം. നമ്മൾ ആരെങ്കിലും പറഞ്ഞു ഈ ബാധ്യതകളൊക്കെ ഉണ്ടാക്കി വെക്കാൻ? നീ അത് തന്നെ പറയണോടാ. അച്ഛൻ പിടിപ്പേട് കാണിച്ചതിന് അമ്മ എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? അല്ലെങ്കിലും പഴയ ആ മനുഷ്യനെ വരൂ. ആ ചെറിയച്ഛനെ പേരും അറിയിക്കും. പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാൻ പറ. വലിയൊരു തുക കെട്ടിവെച്ചാലേ പുറത്തിറങ്ങാൻ പറ്റൂ. അതിന് അച്ഛന്റെ കയ്യിൽ കാശൊക്കെ കാണില്ലേ? ഉള്ള കാശൊക്കെ ഇങ്ങോട്ട് അയക്കല്ലേ. വസ്തുക്കളൊക്കെ വിറ്റാലും ബാധ്യത തീരില്ല. ഈ വീടും കൊട്ടാരക്കരയിലെ പുതിയ വീടും വിൽക്കാം. എന്നിട്ട് നമുക്ക് എന്റെ തറവാട്ടിലേക്ക് പോകാം. ആ ചിന്ത അമ്മങ്ങ് മനസ്സിൽ വെച്ചാ മതി. പിന്നെ പുതിയ വീട്ടിൽ കയറി ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല. അതിനുമുമ്പേ വീട് വിൽക്കാന്ന്. നിന്റെ അച്ഛനെ പുറത്തിറക്കണ്ടേ? അതിന് വേറെന്തെങ്കിലും വഴി നോക്കണം. അച്ഛന്റെ അനിയന്മാരൊക്കെ നല്ല നിലയിലല്ലേ? സ്വന്തം അച്ഛനെ കുറിച്ച് നീ ഇത് പറയുന്നത്? കൊട്ടാരക്കരയിലെ വീട് വെക്കാൻ പറ്റില്ല. ഞാൻ അതിനെ സമ്മതിക്കുകയില്ല. എടാ നന്ദി കിട്ടവനെ. ഞാൻ എന്ത് നന്ദിയോട് കാണിച്ചെന്ന് അമ്മയെ പറയുന്നേ? അച്ഛന്റെ പിടിപ്പുകേടിന് നമ്മൾ അനുഭവിക്കണം. ഉള്ള ജോലി പോരാഞ്ഞ് അവിടെ ചെന്ന് ചിട്ടി നടത്താൻ നോക്കിയിട്ടല്ലേ ഈ ഗതി വന്നത്. ഇതെല്ലാം വിറ്റ് തുലച്ച് അച്ഛനെ ഇറക്കിയിട്ട് ഇനി എന്ത് നേട്ടാ ഉള്ളത്? ഞാൻ പറയുന്ന സത്യമല്ലേ? നാട്ടിൽ വന്നാലും അച്ഛൻ ഒരു പണിയും ചെയ്യില്ല. വീട്ടിൽ പട്ടിണിയാവും. ഒരു 4-5 കൊല്ലം അച്ഛനകത്ത് കിടന്ന ആരും ഒന്നും അറിയില്ല. അത് കഴിഞ്ഞങ്ങ് പോന്ന ഈ സ്വത്തൊക്കെ ഇവിടെ തന്നെ കാണും. പിന്നെ സുഖമായിട്ട് ജീവിക്കാം. നിനക്കിതെങ്ങനെ പറയാൻ തോന്നിയടാ? അമ്മ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറയുന്നതിലും കാര്യമില്ലെന്ന് മനസ്സിലാവും.
ആ പിന്നെ ഈ വീടും വസ്തുക്കളൊക്കെ വിൽക്കാന്ന് അമ്മ കരുതണ്ട. എനിക്കാരുടെ മുന്നിൽ ചെന്ന് പിച്ച തെണ്ടി അലഞ്ഞ് ജീവിക്കാൻ വയ്യ. ഫോൺ സ്വിച്ച് ഓഫാ. അപ്പോ അവളെ പേടിച്ച് തീരൂ. ഏത് നിമിഷവും അവൾ ആ ബോംബ് പൊട്ടിക്കും. പ്രസ് മീറ്റ് വിളിച്ച് അവൾ അമ്മാളുവിന്റെ വീഡിയോ കാണിച്ചാൽ എല്ലാം തീർന്നില്ലേ? ഞാൻ പേടിച്ച പോലെ തന്നെ കാര്യങ്ങൾ ചെന്നെത്തി. അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. കുഞ്ഞിന്റെ മരണത്തിന്റെ കാരണം എന്താ ഫൈസി? വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞ് മരണപ്പെട്ടെന്ന ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് സിസേറിയൻ നിശ്ചയിച്ചത് അതുകൊണ്ട് തന്നെയാ. കുഞ്ഞിന്റെ മരണകാരണം എന്താന്ന് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞു കിട്ടിയതിന്റെ ആശ്വാസമായിരുന്നു ഡോക്ടറുടെ മുഖത്ത്. അവരെ സംബന്ധിച്ച് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോവുകയല്ലേ. എന്നോട് കാരണം വിശദീകരിച്ച് തരാനോ എനിക്ക് ചോദിച്ചറിയാനോ ഞാൻ അവളുടെ ആരുമല്ലല്ലോ. പക്ഷേ നിരഞ്ജനയ്ക്ക് അത് വലിയ ഷോക്ക് തന്നെയാ. ദൈവമേ, ഇനി അവൾ എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു നിശ്ചയമില്ല. പ്രഗ്നൻസി അഭിനയിച്ച് നടന്ന അവൾ അതിനെ ഇനി എങ്ങനെ മറികടക്കും? വല്ലാത്ത നാണക്കേടായിപ്പോയി. കനത്ത വിധി തന്നെയാ ദൈവം അവൾക്ക് കൊടുത്തത്. പ്രഗ്നൻസിയുടെ കാര്യം അവർ പുറത്തു വിടാതിരുന്നെങ്കിൽ ഇതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അവർക്കൊരു കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞേനെ. അന്നേ ഞാൻ പറഞ്ഞതാ, അങ്ങനെ ചെയ്തത് എടുത്തുചാട്ടമായി പോയിന്ന്. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനും. ഫൈസി പേടിക്കുന്ന പോലെ അവൾ രംഗത്ത് വരാനൊന്നും പോകുന്നില്ല. നിനക്കെങ്ങനെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയും? എനിക്ക് 100% ഉറപ്പുണ്ട്. തനിയെ ഒച്ചയെടുത്താലൊന്നും വില പോവില്ലെന്ന് അവൾക്ക് അറിയാം. അമ്മാളു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നിലയ്ക്ക് ഇനി നിരഞ്ജനയ്ക്ക് ഒന്നിനും കഴിയില്ല. നമ്മൾ പേടിക്കേണ്ടിയിരുന്നത് അമ്മാളുവിന്റെ മരണമായിരുന്നു. അതിൽ നിന്നും അമ്മാളു രക്ഷപ്പെട്ടു, കൂടെ നമ്മളും. അമ്മാള് പേടിപ്പിക്കപ്പെട്ടെന്ന് നിരഞ്ജന എങ്ങനെ പുറത്തു പറയും? അവളുടെ പേര് പറയാൻ പോലും നിരഞ്ജനയ്ക്ക് അധികാരമില്ല. കാര്യങ്ങൾ പറഞ്ഞ് നീ അവളെ ബോധ്യപ്പെടുത്തണം. അമ്മാളുവിന് ഇനിയൊരു ജീവിതമുണ്ട്. ഒരു ഇരയായി അവളെ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നത് പാവമാണെന്ന് നിരഞ്ജനയ്ക്ക് ബോധ്യമാവണം. അവളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താന്ന് അറിയില്ലേ ഫൈസയ്ക്ക്? സുധിക്കൊപ്പം നിൽക്കുന്നത് കുഞ്ഞിനു വേണ്ടി മാത്രമായിരുന്നു. ഇനി അവർ വഴിപിരിയും. പിന്നെ ഒരു ഒളിച്ചോട്ടം പോലെ നിരഞ്ജന മൂന്നാറിലേക്കും പോവും. ദൈവം പിന്നെ അവളെ തോൽപ്പിച്ചു. ആറുമാസം ഗർഭകാരി എന്തു പറയുന്നു? വേണ്ട, പരിഹസിക്കാൻ പറ്റിയ സന്ദർഭമൊന്നും അല്ല ഇത്. പിന്നെ എപ്പോഴാ അതിനുള്ള സമയം? അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ നാടകം നിലം തൊടാതെ പൊളിയുമെന്ന്. പൊളിഞ്ഞതല്ല, പൊളിച്ചതാ. അച്ഛൻ മനസ്സ് തുറന്ന് സന്തോഷിക്കാം. എനിക്ക് സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ കുടുംബത്തിൽ വന്നു കയറേണ്ട ഒരു ബാധ ഒഴിഞ്ഞു പോയതിന്റെ സന്തോഷത്തിലാ ഞാൻ. വിശ്വേട്ടാ, നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്റെ അഭിമാനം ഞാൻ ആരുടെ മുമ്പിലും പണയം വെച്ചിട്ടില്ല. IG വർമ്മയെ കൊണ്ട് അച്ഛൻ ഇത് ചെയ്യിക്കുമെന്ന് എനിക്ക് ആദ്യം മുതലേ തോന്നിയതാ. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നേ? ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് പിന്നെ ആരാ? അനാവശ്യം പറയരുത്. അച്ഛനത് അനാവശ്യം തന്നെയാ. അതുകൊണ്ടല്ലേ ഭൂമിയിലേക്ക് വന്നൊരു ജീവനെ കൊന്നുകളഞ്ഞത്. സുധി, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം, അല്ലെങ്കിൽ നീ വിവരം അറിയും. അച്ഛനിന്ന് കൂടുതൽ അറിയാൻ എന്താ ഉള്ളത്? എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു മനസ്സാ അച്ഛനുള്ളത്. തന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു. ആരുടെ മനസ്സ് വേദനിച്ചാലും അച്ഛൻ അതൊരു വിഷയമേ അല്ല. ഇടം നിർത്താനാ പറഞ്ഞത്. ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കുഞ്ഞിനെ സ്വീകരിക്കാൻ സമ്മതം മൂടി ആ നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കിയതാ അമ്മാളു ആ കുഞ്ഞും ഇല്ലാതാവുമെന്ന്.
അവളെ ബാക്കി വെച്ച് അച്ഛനും ആ വർമ്മയ്ക്കും എന്നും തലവേദനയാവുമെന്ന് കരുതി നിങ്ങൾ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. നിർത്തണം, നാണം കെട്ടവരെ. വിശ്വേട്ട, അമ്മ തടയണ്ട, എന്നെ ഇവിടെ അച്ഛനെ തീർത്തു കളയട്ടെ. സുധി, നിങ്ങൾ വിശ്വേട്ടനെ തെറ്റിദ്ധരിച്ചിരിക്കുക. എടാ, ആ കുഞ്ഞിന്റെ മരണത്തിൽ വിശ്വേട്ടൻ എങ്ങനെ പങ്കുണ്ടാവാനാ? ഹോസ്പിറ്റലിൽ വെച്ച് ആ കുഞ്ഞു മരിച്ചത്. നിരാശയുടെ പുറത്ത് വെറുതെ മറ്റുള്ളവരെ സംശയിക്കരുത്. ആ ഹോസ്പിറ്റൽ ആരുടെയാന്ന് അമ്മ മറക്കണ്ട. വർമ്മയുടെ കസിന്റെ ഹോസ്പിറ്റലാ അത്. കുഞ്ഞിനെ ഇല്ലാതാക്കണമെങ്കിൽ അവർക്ക് എന്നെ അതാകാമായിരുന്നു. നിങ്ങൾ എന്താ അതാലോചിക്കാത്തത്? അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. രഹസ്യം പുറത്തു പോയെന്ന് അച്ഛനൊരു സൂചന കൊടുത്തു. അത് തന്നെയാ സംഭവിച്ചത്. അതേടി, ഞാൻ തന്നെയാ വർമ്മയെ വിളിച്ചു പറഞ്ഞത്. നീ എന്നെ കോടതി കേട്ടടി. വിശ്വേട്ട, അർത്ഥമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. ഞാൻ നീ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് അച്ഛൻ കണ്ടോ? നീ എന്ത് ചെയ്യൂടി? SP വിശ്വനാഥനെ ഭയപ്പെടുത്താൻ വേണ്ടി നീ വളർന്നോടി. അയ്യോ വിശ്വേട്ട, അമ്മയൊന്ന് വിട്. എന്റെ ഭാര്യയുടെ നേരെ അച്ഛൻ കൈ ഉയർത്തുന്നത് എനിക്കൊന്ന് കാണണം. എടാ, ഒന്ന് മുന്നിൽ നിന്ന് പോടാ നീ. ഞാൻ എവിടെ പോവാനാ? ഒരിടത്തും ഞാൻ പോവില്ല. ഞങ്ങളോട് ചെയ്ത ചതിക്ക് കണക്ക് തീർത്തിട്ടേ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും. നീ ചെയ്ത് കാണിക്കടാ. എന്റെ കുടുംബത്തിലേക്ക് പിഴച്ചുണ്ടായ ഒരു കുഞ്ഞിനെ പിടിച്ചു കയറ്റാനുള്ള നിന്റെ തന്ത്രം വിലപ്പോയില്ല. അതിന് മാത്രം വളർന്നില്ലടാ നീ. ഇവിടെ വെച്ച് നീ ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് സഹതാപമായിരുന്നു നിന്നോട്. ഒടുവിൽ തോറ്റുപോയപ്പോ നിന്ന് ചെലക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് നിർത്ത്. എനിക്ക് വേണ്ടി ഇവൾ അനുഭവിച്ച ത്യാഗത്തിന്റെ 100-ൽ 1 അംശം പോലും അച്ഛൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇല്ലാതെ പോയല്ലോ. എടാ, നീ എന്തൊക്കെ ഈ പറയുന്നത്? അമ്മ നെഞ്ചു പൊട്ടി കരയാൻ പോകുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യൻ. വിശ്വേട്ട അങ്ങനെ ചെയ്യില്ല. നിങ്ങളൊന്നും മനസ്സിലാക്കും മക്കളെ. ഇതിനു വേണ്ടി അമ്മ അച്ഛന്റെ വക്കാലത്ത് പിടിക്കണ്ട. അമ്മയ്ക്കറിയാം സത്യം, പക്ഷെ അത് പറയാൻ അമ്മയ്ക്ക് കഴിയില്ല. അമ്മാളുവിന്റെ സിസേറിയൻ നടക്കാൻ പോകുന്ന വിവരം അമ്മ അച്ഛനെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാ. നിനക്ക് വേറെ പണിയൊന്നുമില്ല ജയന്തി. എന്നെ ന്യായീകരിക്കാനൊന്നും നീ ശ്രമിക്കണ്ട. എന്തെങ്കിലും ചെയ്താൽ അത് ചെയ്തു എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഇവരുടെ മുന്നിൽ എന്റെ നിരപരാധിത്വം ഏറ്റുപറയാൻ ഞാൻ തയ്യാറല്ല. അതിനേക്കാൾ ഭേദം മരണമാണ്. ഏതോ വീട്ടുവേലക്കാരി പെണ്ണിന്റെ കൊച്ചിന്റെ അമ്മയാവാൻ വേഷം കെട്ടി ഗർഭനാടകം കളിച്ച ഭാര്യ, ഒരു അഡ്വക്കറ്റാണെന്ന നിലയും വിലയും മറന്ന ജന്മം.